ഹലോ ഫ്രണ്ട്സ്, 3D മാക്സിൻ്റെ ലൈറ്റിംഗ് പാഠഭാഗം 1ലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ബേസിക് ആയിട്ടും 3D മാക്സിൽ ഒരു ലൈറ്റ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു സീന്. ഒരു ടീപോട്ടും ഒരു പ്ലെയിനും ജസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സീനാണിത്. അപ്പോൾ ഞാൻ ഇതിന് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മോഡ്സും കൂടെ ഒന്ന് കാണാം. അപ്പോൾ ടോപ്പ് ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് ചെയ്യേണ്ട സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സീൻ സെറ്റപ്പ് ചെയ്യുന്ന 3D മാക്സിൻ്റെ ഒരു സീൻ സെറ്റപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ടും ഒരു ലൈറ്റ് 3D മാക്സ് തന്നെ കൊടുത്ത് വെച്ചിരിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സീൻ നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു സീൻ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റെൻഡർ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഷിഫ്റ്റും പ്ലസ് ക്യൂ, അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് F9. ഇത് രണ്ടും ഏതെങ്കിലും ഒരെണ്ണം ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റെൻഡറിങ് കാണാൻ പറ്റും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പം ഇത് ഡീഫോൾട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഡീഫോൾട്ട് ലൈറ്റ് സെറ്റപ്പ് 3D മാക്സ് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് ലൈറ്റേ കാണത്തില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് എന്തായിരിക്കണം, ഒരു ബ്ലാക്ക് ആയിരിക്കണം. വീണ്ടും നമ്മൾ എന്താണ് ഓരോ ലൈറ്റ് ആഡ് ചെയ്ത് അതിനെ എന്താക്കണം, അതിനെ ലൈറ്റ് കൊടുത്ത് വയ്ക്കണം. മീൻസ് ഈ ഒരു ഒബ്ജക്റ്റിന് ലൈറ്റ് കൊടുക്കണം, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ ലൈറ്റ് കൊടുക്കുമ്പോൾ ഇതെല്ലാം ഇലൂമിനേറ്റ് ആവണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീഫോൾട്ടായിട്ട് ചെയ്യേണ്ടി വരും. അതായത് ഇത് റെൻഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഡീഫോൾട്ടായിട്ടൊരു ലൈറ്റ് ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഇതിൻ്റെ അകത്തുള്ള ലൈറ്റ് ഡിലീറ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. പകരം നമ്മൾ വേറൊരു ലൈറ്റ് ഈ ഒരു ഒബ്ജക്റ്റിൽ ക്രിയേറ്റ് ചെയ്താൽ, ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്താൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഡീഫോൾട്ട് ലൈറ്റ് കട്ടാവുകയും നമ്മൾ വെക്കുന്ന ലൈറ്റ് മാത്രം എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡീഫോൾട്ടായിട്ട് ഒരു ലൈറ്റ് സെറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ പറഞ്ഞു റെൻഡർ ചെയ്യേണ്ടത് ഏതാണ്, റെൻഡർ ഫ്രെയിം വിൻഡോ അല്ല, തൊട്ടപ്പുറത്തേതായുള്ള റെൻഡർ പ്രൊഡക്ഷൻ ആണ്. ഒരു പ്രാവശ്യം അതിൽ ക്ലിക്ക് ചെയ്യാൻ ഓപ്ഷനും പറഞ്ഞു ഷിഫ്റ്റ് ക്യൂ ഷിഫ്റ്റ് F9 എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് റെൻഡർ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ കാണാമല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ വ്യൂസിലോട്ടും വന്നു, അതിനുശേഷം ഞാനൊരു ലൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ലൈറ്റ് നമുക്ക് ഏതാണ് നമ്മൾ ലൈറ്റ് എടുക്കുന്ന ഓപ്ഷൻ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ലൈറ്റ് എൻ്റെ ഒരു അടയാളം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പല ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ഉണ്ട്. അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അകത്ത് പല ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ഇവിടെ കാണാം. അതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഫോട്ടോമെട്രിക് ലൈറ്റും ഒന്ന് സ്റ്റാൻഡേർഡ് ലൈറ്റും. രണ്ടെണ്ണവും ഡീഫോൾട്ടായിട്ടുള്ളത്. പുതിയ വെർഷൻസിലെല്ലാം അർണോൾഡ് എന്ന് പറഞ്ഞ ഒരു റെൻഡർ എഞ്ചിനും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇതൊക്കെ റെൻഡർ എഞ്ചിൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ലൈറ്റ് സെറ്റപ്പ് നമുക്ക് എടുക്കാം. അർണോൾഡിൽ നോക്കിയാൽ അർണോൾഡിൻ്റെ അകത്ത് ഒരു ലൈറ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡിൽ നോക്കിയാൽ സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് 6 ടൈപ്പ് ഓഫ് ലൈറ്റ് ഉണ്ട്, ഫോട്ടോമെട്രിക് നോക്കിയാൽ അതിൻ്റെ അകത്ത് 3 ടൈപ്പ് ഓഫ് ലൈറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അർണോൾഡ് നമ്മൾ നോക്കുന്നില്ല, ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡും ഫോട്ടോമെട്രിക് ലൈറ്റും എന്താണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് ലൈറ്റ് സെറ്റപ്പ് ആണ്. അതെന്താ 100% ആക്യുറേറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല സ്റ്റാൻഡേർഡ് ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഫോട്ടോമെട്രിക് നോക്കിക്കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ മോർ ഫോട്ടോ റിയലിസ്റ്റിക് ആണ്. അതായത് ഫോട്ടോ റിയലിസ്റ്റിക് ക്വാളിറ്റി കൂടുതലാണ്. അതുപോലെ റിയൽ വേൾഡ് പാരാമീറ്റേഴ്സും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഓരോ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി വരുന്നത്, അതേ പ്രോപ്പർട്ടീസ് നമുക്ക് ഫോട്ടോമെട്രിക് ലൈറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ക്വാളിറ്റി നമുക്ക് ഫോട്ടോമെട്രിക്കിൽ എടുക്കാമെന്ന് നമുക്ക് അതാണ് അതിൻ്റെ ഒരു ടേം വെച്ച് തന്നെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് ടൈപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഫോട്ടോമെട്രിക്കിലോട്ട് പോകാം. സ്റ്റാൻഡേർഡ് ടൈപ്പിന് അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും നമുക്ക് അത് തന്നെ പഠിക്കാം. ഒരു ബേസിക് ലൈറ്റ് സെറ്റപ്പ് ആണെന്ന് പറഞ്ഞു. അതിൽ ഒരു പ്രാവശ്യം ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആദ്യത്തെ ലൈറ്റ് സെറ്റ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ബേസിക് ആയിട്ടൊരു ലൈറ്റ് 3D മാക്സിൽ കൊണ്ടുവരിക എന്ന് നമുക്ക് നോക്കാം. ടാർഗറ്റ് സ്പോട്ട് ലൈറ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ തിരിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ തിരിച്ചാണ് ഡ്രാഗ് ചെയ്തിരിക്കുന്നത്, കുഴപ്പമില്ല. ക്ലിക്ക് ചെയ്ത് അവിടെ നിർത്തുക. അതിനുശേഷം ആ ലൈറ്റ് സെറ്റപ്പിൽ പോവുക. ആ ലൈറ്റ് സെറ്റപ്പിന് ഡ്രാഗ് ചെയ്തിട്ട് ഒന്ന് ടോപ്പിലോട്ട് കൊണ്ടുവരിക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ടോപ്പിലോട്ട് കൊണ്ടുവരിക. ഇവിടെ ഈ ഒരു ഏരിയ എടുത്തിട്ട് കറക്റ്റ് അതിൻ്റെ നടുക്കിയിരിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ വ്യൂസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഈസി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറക്റ്റ് അതിൻ്റെ ടോപ്പിൽ വരത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അലൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ വരച്ചു. ഇത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക, ഒന്നും കൂടെ ഡിലീറ്റ് ചെയ്യുക. ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഇവിടെ വയ്ക്കുക, പുറത്ത് ക്ലിക്ക് ചെയ്യുക.
വീണ്ടും അതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത ഏത് ഏരിയയിലോട്ടാണ് വരേണ്ടത് ആ ഏരിയയിലെ ടോപ്പിലാണോ, ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ടോപ്പ് വ്യൂവിൽ ഇങ്ങനെ മുകളിലോട്ട് പിടിച്ച് ടോപ്പിലോട്ട് കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ പെർസ്പെക്റ്റീവിൽ നമുക്ക് പോയാൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് അതിനെ കാണാൻ പറ്റും. ഏത് ഏരിയയിലാണ് നമുക്ക് വരേണ്ടത് ആ ഏരിയയിലകത്തോട്ട് ടോപ്പിലാണെങ്കിൽ ഇത് ടോപ്പിലോട്ട് അലൈൻ ചെയ്യുക, ഇങ്ങനെ നീക്കുക. ഇപ്പോൾ കറക്റ്റ് എക്സാക്റ്റ് ആ ഒരു ഏരിയക്കകത്ത് വന്നിരുന്നു. ഓക്കെ, ഞാൻ കുറച്ചും കൂടി ഇതിന് സൂം ചെയ്തു. ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ഈ ലൈറ്റ് സെറ്റപ്പ് ആക്ച്വലി കറക്റ്റ് ടോപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വ്യൂസും യൂസ് ചെയ്യാൻ ശ്രമിക്കുക ലൈറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി ഞാൻ റെൻഡർ ചെയ്യാൻ പോകുന്നതാണ്. ഈ വ്യൂ ഓൺ റെൻഡർ ചെയ്യണമെങ്കിൽ ആ വ്യൂവിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിതാ റെൻഡർ ഓപ്ഷൻ ഉണ്ട്, റെൻഡർ പ്രൊഡക്ഷൻ. ഇനി ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ബാക്കി എല്ലാ ഏരിയാസും ബ്ലാക്ക് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം എന്താണ്, ലൈറ്റ് വന്നിട്ടുള്ള ഒരു ഏരിയ മാത്രം നമുക്ക് എന്താണ് എമിറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അതായത് പഴയ അതിലുണ്ടായിരുന്ന ഡീഫോൾട്ട് ലൈറ്റ് കട്ടായ ശേഷം എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റ് മാത്രം എമിറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്ക് ഈ വ്യൂ പല പല വ്യൂവിൽ വെച്ച് നമുക്ക് റെൻഡർ ചെയ്യാം. സ്വല്പം ഇങ്ങോട്ട് നീക്കാം. ഓക്കെ, ഇനി ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. അപ്പോൾ ലൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഒരു ട്രയൽ ആൻഡ് എറർ ആണ്. അപ്പോൾ വീണ്ടും റെൻഡർ ചെയ്തു. ഇപ്പോൾ നോക്കിയേ കേട്ടോ, ബാക്കിയെല്ലാം ബ്ലാക്കും, ഈ ഒരു ഏരിയ മാത്രം എന്താണ് ആ ഒരു ലൈറ്റിന്റെ പ്രകാശമായിട്ട് എമിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്കൊരു ഷാഡോ ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അത് നമുക്ക് ഇനി ബാക്കി അതിന്റെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ക്ലോസ് ചെയ്യുക, അതിന്റെ പ്രോപ്പർട്ടി എടുക്കുക. അതായത് ഇതിൻ്റെ അകത്ത് മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യുക, ലൈറ്റ് സെലക്ട് ചെയ്യുക, ലൈറ്റിന്റെ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോപ്പർട്ടി എല്ലാം ജനറൽ പാരാമീറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞ ലൈറ്റാണ്. അതിൻ്റെ അകത്ത് ടാർഗറ്റഡ് ഉണ്ട്. എന്താണ് ടാർഗറ്റഡ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ലൈറ്റ് ഓണും ഓഫും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ലൈറ്റ് ടൈപ്പ് കണ്ടോ, ഇവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ഓണും ഓഫും ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ആ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. കണ്ടോ, ഒന്നുമില്ല. മീൻസ് ദാറ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ ലൈറ്റ് എടുത്ത് വെച്ചതിന് ശേഷം ആ ലൈറ്റ് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സീന് ഇരിക്കുന്നത്. ഓക്കെ, വീണ്ടും ഞാൻ ആ ലൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഓൺ ആക്കുന്നു. ഇനി നിങ്ങൾ ഒന്നും കൂടെ റെൻഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏത് വ്യൂവിലാണ് ക്ലിക്ക് ചെയ്യുന്നത് ആ വ്യൂവിലായിരിക്കും അത് റെൻഡർ ആവുന്നത്. പ്രധാനം ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താണ് റെൻഡർ ചെയ്തത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ വ്യൂവിൽ ഇരുന്നുകൊണ്ട് റെൻഡർ ആവും. അപ്പോൾ നമ്മളെ പെർസ്പെക്റ്റീവാണ് മെയിൻ വ്യൂ. ആ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് റെൻഡർ ചെയ്യുക. ഓക്കെ, ആ വ്യൂവിൽ നിന്ന് റെൻഡർ ആവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, റെൻഡർ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, വീണ്ടും ഞാൻ ലൈറ്റ് സെറ്റിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ടാർഗറ്റഡ് ഓണും ഓഫും ചെയ്യാൻ പറ്റും. ടാർഗറ്റഡ് ആ ഒരു ടാർഗറ്റ് ലൈൻ ഉണ്ടല്ലോ, അത് ഓണും ഓഫും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ടാർഗറ്റ് ലൈനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈനാണ് നമ്മൾ ആ ടാർഗറ്റായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ലൈൻ മാത്രമാണ് അത് ഓണും ഓഫും ആവുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഷാഡോസ് ഉണ്ട്. ഷാഡോസ് നമ്മൾ ഷാഡോസിൻ്റെ അത് ഡീഫോൾട്ട് ആയിട്ട് ഓൺ ആണ് ലൈറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ. അതൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ടൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഷാഡോസ് ഉണ്ടോ, ഇല്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഷാഡോസ് വർക്കൗട്ട് ആവുന്നില്ല. കാരണം എന്താണ്, നമ്മൾ ഷാഡോസ് ഓഫ് ചെയ്തുകൊണ്ടാണ്. വീണ്ടും ഞാൻ ആ ലൈറ്റിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം ഞാൻ ഷാഡോസിനെ ഓൺ ചെയ്ത ശേഷം നമ്മുടെ വ്യൂ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, റെൻഡർ ചെയ്യുന്നു. ഇപ്പം നോക്കിയേ, ആ ഒരു ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഷാഡോ അതിൻ്റെ അകത്ത് ജനറേറ്റ് ആയിട്ടുണ്ട്. ലൈറ്റ് മാറുന്നതനുസരിച്ച് ഷാഡോ അതിൻ്റെ അകത്തൊന്ന് മാറും. ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഒന്നും മാറ്റുന്നില്ല. വീണ്ടും ഒരു പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റ് സെറ്റ് ഉണ്ട്. സ്പോട്ട് ലൈറ്റ് മാറ്റിയിട്ട് ഡയറക്ഷനിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു വേറെ ടൈപ്പ് ഓഫ് ലൈറ്റ് ആയിട്ട് മാറി. ഇത് കാണാം, ഡയറക്ഷൻ ലൈറ്റ് ആണ്. ഇവിടെ ജസ്റ്റ് സൂം ചെയ്താൽ ഇപ്പോൾ ഡയറക്ഷൻ ലൈറ്റ് ആണത്. ഇതിനെ കൊണ്ടുവച്ച് സൂം ചെയ്തിട്ട് നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഇതിൽ തന്നെ സെലക്ട് ചെയ്യുക, റെൻഡർ ചെയ്യുക. ഓക്കെ, ഇത് വേറെ ടൈപ്പ് ഓഫ് ലൈറ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ആ ലൈറ്റായിട്ട് ചേഞ്ച് ചെയ്തു. അടുത്ത ഒമിനി ടൈപ്പ് ഓഫ് ലൈറ്റ് ആണ്. ഒമിനി ടൈപ്പ് ഓഫ് ലൈറ്റ് വേറെ ടൈപ്പ് ഓഫ് ലൈറ്റ് ആണ്. അതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, വേറെ ടൈപ്പ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ലൈറ്റിലും വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ തന്നെ നിന്നോട്ടെ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ടൈപ്പിൽ സ്പോട്ട് നോക്കുമ്പോൾ സ്പോട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പാരാമീറ്റേഴ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് കാണുന്നത്. നോക്കിയേ, സ്പോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ മാറ്റി കഴിഞ്ഞ് ഡയറക്ഷനിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. നോക്കി, ഈ പാരാമീറ്റേഴ്സ് ഡയറക്ഷൻ ലൈറ്റിനുമായിട്ട് ബന്ധപ്പെട്ട പാരാമീറ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മളത് മാറ്റിയിട്ട് ഒമിനി ടൈപ്പ് ഓഫ് ലൈറ്റ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒമിനി ടൈപ്പ് എന്നുള്ളതിന് പകരം ഷാഡോ പാരാമീറ്റേഴ്സ് ആയിട്ടാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റ് ചേഞ്ച് ചെയ്യുന്ന അനുസൃതമായിട്ട് എന്താണ് അതിൻ്റെ പാരാമീറ്റേഴ്സും മാറുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടിയും നമ്മൾ ഇതിൻ്റെ മോഡിഫൈനകത്തായിട്ട് എടുക്കുന്നത്, ഒരു ലൈറ്റ് എടുക്കുന്നു, അതിൻ്റെ അകത്തുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള മോഡിഫൈ പാരാമീറ്റേഴ്സിൻ്റെ അകത്ത് പോയിട്ട് ഏത് ടൈപ്പ് ഓഫ് ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ആണ് വേണ്ടത് ആ ടൈപ്പ് ഓഫ് ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഇവിടെ പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റിങ്ങിൻ്റെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് ഉപയോഗപ്രദമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ 3D Max ലൈറ്റിംഗ് ട്യൂട്ടോറിയൽസിന് വേണ്ടി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.